ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നേ. ഇപ്പോൾ സമയം 7 മണി. സത്യത്തിൽ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റതാണ്. കാരണം കണ്ണേട്ടന് 5:30 ജോലിക്ക് പോകണം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ 4 മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഏകദേശം ജോലിയൊക്കെ കഴിയും കേട്ടോ. ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും ഒക്കെ നേരത്തെ കഴിയും. അപ്പം ചോറ് തലേന്നേ വെച്ച് വെക്കും. എന്നിട്ട് രാവിലെ ആകുമ്പം ചൂടാക്കി കൊടുക്കുക കേട്ടോ. മൺകലത്തിലാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത്, അത് പുറത്താണ്. അപ്പം ചോറും അതുപോലെ ഉച്ചത്തേക്കുള്ള ചോറും രാവിലേക്കുള്ള കാപ്പിയൊക്കെ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ, ദോശയും സാമ്പാറുമാണ്. പിന്നെ ചോറിന് സാമ്പാറും പിന്നെ ബീട്രൂട്ട് തോരനുമാണ് കൊടുത്തു വിട്ടെ. ഇവിടെ ബദാം കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. കണ്ണേട്ടനുള്ളത് കഴിച്ചു, ഇനി എനിക്കുള്ളതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൂടെ കഴിക്കും. ഇനി ചായ കുടിക്കണം. സത്യത്തിൽ ചായ ഇവിടെ ഉണ്ടാക്കാറില്ല, കാരണം ഇവിടെ ഞാൻ മാത്രമേ ചായ കുടിക്കത്തുള്ളൂ. കണ്ണേട്ടന് ചായയും കാപ്പിയും ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലൊന്നും വാങ്ങത്തില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോകണം, അതായത് അമ്മയുടെ വീട്ടിൽ പോയി ചായ കുടിക്കണം. നമുക്ക് രാവിലെ വൈകുന്നേരമൊക്കെ ചായ കുടിച്ചില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശീലിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഡോറ് തുറന്നു നോക്കാം, പുറത്തൊക്കെ എന്താ വിശേഷങ്ങൾ. നല്ല മഞ്ഞാണ് കേട്ടോ. വൃശ്ചിക മാസം തുടങ്ങിയത് മുതൽ നല്ല മഞ്ഞാണ്. ഈ മഞ്ഞ് എനിക്ക് ഇത്തിരി കുഴപ്പമുണ്ടാക്കും, ഒച്ചയടയ്ക്കും, ചെവി വേദന ഉണ്ടാക്കും, കുറച്ച് അലർജിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ അമ്മയുടെ വീട്. ഇനി അങ്ങോട്ട് പോകണം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പരിസരം. ആ കാണുന്ന വഴിയാണ് കേട്ടോ പോകുന്നത്. ആ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചതാണ് അമ്മയുടെ വീട്, അതായത് ഞാൻ വളർന്ന വീട്. ഇത് ഈ വഴിയാണ് താഴെ വീട്ടിൽ പോകുന്നത്, അമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഞാനിവിടെ വന്നു കേട്ടോ. വന്നപ്പോൾ ദാണ്ട് അമ്മ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ്. ചായ റെഡി ആയില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ന്യൂസാണ് കേട്ടോ. ഇന്നല്ലേ നമ്മുടെ പാലക്കാട്, വയനാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ വോട്ടെണ്ണല്ലോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സ്പിരിറ്റിലിരിക്കുകയാണ് കേട്ടോ. അമ്മ ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. എല്ലാ ദിവസവും രാവിലെ അമ്മ എനിക്കും അച്ഛനും ചായ ഇട്ട് തരും. പക്ഷെ വൈകുന്നേരം ഞാനാണ് ചായ ഇടുന്നത്, കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അപ്പം അമ്മ വരാൻ കുറച്ച് ലേറ്റാവും. അപ്പം വൈകുന്നേരം ഞാനാണ് ചായ ഇടാറ് കേട്ടോ. ചായ കുടിക്കട്ടെ. രാവിലെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഇത് ഒരു തെച്ചിയുടെ പോലത്തെ ചെടിയാണ് കേട്ടോ. ആ പൂ കണ്ട തെറ്റിപ്പൂ പോലെയൊക്കെ ഇരിക്കും. നല്ല വയലറ്റ് കളറാണ് കേട്ടോ. പക്ഷേ നമുക്ക് ക്യാമറയിൽ ആ കളർ അത്രയും കാണിക്കുന്നില്ല. പക്ഷെ പുറത്ത് നല്ല, അല്ലാതെ നോക്കുമ്പോൾ നല്ല കളറുണ്ട്. അങ്ങനെ വീണ്ടും സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ദോശയും സാമ്പാറും, പിന്നെന്താ ബദാം കുതിർത്തതും, പിന്നെ നല്ല വെള്ളം വെച്ചിട്ടുണ്ട്. ഈ സാമ്പാറിനകത്ത്
ഈ കിഴങ്ങ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അധികം ചെടികളൊന്നുമില്ല, കാരണം ഏകദേശം ഒരു 5 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ ഞങ്ങൾ താമസമായിട്ട്. അതിലൊരു 3 മാസം ഞങ്ങൾ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ 3 മാസം ഞങ്ങൾ അമ്മ വീട്ടിലായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ അങ്ങനെ നീറ്റാക്കി ഇടാനൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ കുറച്ചധികം പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി പയ്യെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകുന്നതനുസരിച്ച് ഇവിടെയും വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു പോകാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും. അപ്പോൾ അതിനോടൊപ്പം ആ സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന അധികം പേരൊന്നും കാണില്ല. വളരെ ചുരുക്കം എണ്ണം, വളരെ ചുരുക്കത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പം അവരായിരിക്കും ഏറ്റവും ആത്മാർത്ഥതയുള്ളവർ. അവർ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെയൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാനം വരെ, അതായത് നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ രാവിലത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ. കാരണം പണികളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇനി വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ ബായ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.